ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താ വെച്ചാൽ എനിക്ക് കുറേ കാലമായിട്ട് മുഖത്ത് പിമ്പിൾസും അതേപോലെ തന്നെ ഡാർക്ക് മാർക്സും ഒക്കെ ഒരുപാട് കാലമായിട്ട് കൂടെ ഉള്ള ഒരാളാണ്. അതായത് പ്രഗ്നൻസി ടൈം ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് കുറയും, അത് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ വരും. നോർമലി എൻ്റെ പിമ്പിൾസ് എന്ന് പറയുന്നത് ഹോർമോണൽ ആക്നെയാണ്. അതായത് നമ്മളെ പീരിയഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഹോർമോൺ ഇംബാലൻസ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരുന്നത്. എനിക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ ഞാനൊരു ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ അത് അതേപോലെ മാറും, പിന്നെയും വരും. അപ്പോൾ ഞാൻ ഈ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൽ താനെ നിർത്തിയേക്കാണ്. അപ്പോൾ ഞാൻ നല്ലൊരു സ്കിൻ കെയറുമായിട്ട് ഇത് മാറ്റാൻ പറ്റുമോ, ഫുഡും ഹാബിറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താൽ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നോക്കി. മിനിമലിസ്റ്റിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നോക്കി. പക്ഷേ അതിൻ്റെ മുഖത്ത് അപ്പോൾ അതിൻ്റെ സൺസ്ക്രീം ആണെന്നുണ്ടെങ്കിലും മോയ്സ്ചറൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിന് പറ്റണില്ല. അത് നല്ല പെർഫെക്റ്റ് ആണ്. ഞാൻ 1-2 ബോട്ടിലൊക്കെ മേടിച്ചിന്, പക്ഷെ അത് എൻ്റെ സ്കിന്നിന് പറ്റണില്ല. ഞാൻ അങ്ങനെ അതേമാതിരി പ്ലമ്മിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂട്രിജീൻ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ സൺസ്ക്രീം ആണെങ്കിലും മോയ്സ്ചറൈസറും മാറ്റി മാറ്റി ഉപയോഗിച്ച് നോക്കി. ഒന്നും എനിക്ക് വർക്കാവുണ്ടായില്ല. അപ്പോൾ ലാസ്റ്റ് എൻ്റെ സ്കിന്ന് എന്ന് പറയുന്നത് ഇവിടെ ഈ ഏരിയയിലൊക്കെ മുഖം ഭയങ്കര ഓയിലിയാണ്, കയ്യും കാലൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് സ്കിന്നാണ് എൻ്റെത്. അപ്പം ഞാൻ കുറേ തിരഞ്ഞാണ് ലാസ്റ്റ് എനിക്ക് ഡെംഡോക്കിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തോന്നിയത്. ഇതാണെങ്കിൽ ഞാൻ സാധാരണ വാങ്ങുന്ന പ്രൊഡക്റ്റിൻ്റെ അത്രയ്ക്ക് റേറ്റും വരുന്നില്ല. അപ്പം ഇതിൻ്റെ 2% സാലിസിലിക് ആസിഡാണ് ഞാൻ മേടിച്ചത് കേട്ടോ. അതിൻ്റെ തന്നെ ഫേസ് വാഷും അതിൻ്റെ തന്നെ മോയ്സ്ചറൈസറും പിന്നെ ഇത് വരെ തന്നെ ഒരു ഓയിൽ സ്കിന്നിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൺസ്ക്രീമാണ്. ഈ 3 പ്രൊഡക്റ്റ് സത്യം പറയാച്ചാൽ ഇപ്പോൾ ഇത് 3ാമത്തെ ബോട്ടിലാണ് ഞാൻ മേടിക്കുന്നത്. എനിക്ക് ഭയങ്കര എഫക്റ്റായിട്ട് തോന്നി. ഇപ്പോൾ നമ്മളൊക്കെ ഒന്നും വർക്കിനൊക്കെ പുറത്ത് പോകുന്ന ആൾക്കാർക്ക് സൺസ്ക്രീം ഇടാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഈ സൺസ്ക്രീം 3-4 ബ്രാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ അത്രയ്ക്ക് ഇതും ബെറ്ററായിട്ട് എൻ്റെ സ്കിന്നിന് പറ്റിയില്ല. എൻ്റെ സ്കിന്ന് ഞാൻ പറഞ്ഞല്ലോ ഓയിലി സ്കിന്നാണ്, ഭയങ്കര ഓയിലാണ്. ഈ മൂക്കിൻ്റെ ഏരിയൊക്കെ ഭയങ്കരമായിട്ട് ഓയിലാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സൺസ്ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബെറ്ററായിട്ട് തോന്നലുണ്ട്. മുഖം ഭയങ്കര ഫിനിഷിംഗ് ആയിട്ട്, പിന്നെ ഇതിൻ്റെ മേലെ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യണമെന്ന് എനിക്ക് തോന്നില്ല, ഒരു ഫിനിഷിങ് കിട്ടലുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ ആണെങ്കിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇങ്ങനെ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഭയങ്കര തിക്കാണെന്ന്, പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവും. നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലെൻഡ് ആവും. നമുക്ക് ഭയങ്കര ഒരു സെറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി ഈ ഒരു സൺസ്ക്രീം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പിമ്പിൾസ് ഉള്ളവർക്ക് സാലിസിക് ആസിഡിൻ്റെ കണ്ടന്റ് വരുന്ന ഇൻ്റെ ടൈപ്പുള്ള ആക്നെ ഉള്ളവർക്ക് ഇത് ബെറ്ററായിട്ട് തോന്നി. ഞാൻ ഇതിൻ്റെ തന്നെ ബെൻസിൽ പെറോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടും എനിക്ക് വർക്കാണ്. ഞാൻ ഒന്നും കൂടി ഇതാ ഉപയോഗിക്കൽ. അതിൻ്റെ തന്നെ ഫേസ് വാഷ് മോർണിംഗിലും നൈറ്റിലും ഉപയോഗിക്കും. അപ്പോൾ ഇത് രണ്ടും പാടെ ഉപയോഗിക്കൽ തുടങ്ങിയപ്പോൾ എനിക്ക് പിമ്പിൾസിന് ഒരുപാട് മാറ്റം തോന്നി. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഈ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ നല്ല പാടുകളുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ട് മുഖം ഇത്രക്ക് ബോറായത്. പക്ഷെ ഇപ്പം ഞാൻ കുറച്ചൊക്കെ ശ്രദ്ധിക്കൽ തുടങ്ങിയപ്പോൾ ഒന്നുകൂടി ബെറ്ററായി വരുന്നുണ്ട്. അപ്പോൾ ഈ 2% കോജിക് ആസിഡ്, ഇത് നൈറ്റ് ക്രീമാണ്. ഇത് നമുക്ക് നൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഇത് ഇതേപോലെ ഉപയോഗിക്കൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആവാൻ തുടങ്ങി. ഞാനിത് ഉപയോഗിക്കുമ്പോൾ ഈ പോലെ നമ്മളെ കറ്റാർവായല്ലേ, രാത്രി ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം സാലിസിലിക് ആസിഡ് തേച്ചതിന് ശേഷം ഞാൻ കുറച്ച് കറ്റാർവായ തേക്കും. കറ്റാർവായ തേച്ചതിന് ശേഷം ഞാൻ ഈ കോജിക് ആസിഡിൻ്റെ നൈറ്റ് ക്രീമും കൂടി അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല കുറവ് വരുന്നുണ്ട് മുഖത്ത്. ഈ പിമ്പിൾസിനാണെങ്കിലും പിമ്പിൾസിൻ്റെ മാർക്കിനും. അപ്പോൾ എന്നെപ്പോലെ പിമ്പിൾസായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റുകൾ ഭയങ്കര അഫോർഡബിൾ ആണ്. ഭയങ്കര റേറ്റ് ഒന്നും വരുന്നില്ല. എല്ലാത്തിനും ഒരു 200-300 സംതിങ്ങിലേ റേഞ്ച് വരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് പർപ്പിളിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 250-230 നമുക്ക് ഈ മോയ്സ്ചറൈസറും അതേപോലെ തന്നെ സൺസ്ക്രീമും ഈ ക്ലൻസറും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എൻ്റെ പോലെ ഓയിൽ സ്കിന്നായിട്ട് നല്ലൊരു സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഒന്നും കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണിത്. ഡോക്കിൻ്റെ ഇത് പർപ്പിളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് സാധനം കയ്യിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് മേടിച്ച് നോക്കുക. ഇത് ആദ്യം പാക്കിങ് ഇതേപോലെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് മേടിച്ചതിന് ഇങ്ങനത്തെ 2 ബോട്ടിലാണ് മേടിച്ചിട്ടുണ്ടായിന്. പിന്നെ ഈ ഒരു പാക്കിംഗ് ആയി. ഇതാണ് ഒന്നും കൂടി ബെറ്റർ. ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പാക്കിംഗ് ആകുമ്പോൾ ഇതിന്ന് മോയ്സ്ചറൈസറൊക്കെ എപ്പോഴും ഉപയോഗിക്കണമല്ലോ, എടുക്കാനൊരു ബുദ്ധിമുട്ടിന്. ഈ പാക്കിംഗ് ആയപ്പോൾ പക്കണം. പിന്നെ അതേപോലെ തന്നെ സൺസ്ക്രീം, ഇത് ഓയിൽ സ്കിൻ ഉള്ളവർക്കാട്ടോ ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് പ്രൊഡക്റ്റാണ് ഇത് 2% സാലിസിലിക് ആസിഡിൻ്റെ ക്ലെൻസർ, അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇത് നൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന
കോജിക് ആസിഡിൻ്റെ ഒരു നൈറ്റ് ക്രീം. ഇത്രയും പ്രൊഡക്റ്റുകൾ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ സ്കിന്നിന് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ പോലെ പിമ്പിൾസൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കുറേ മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എഫക്റ്റ് ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് വെക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കാവും. ഇപ്പോൾ എനിക്ക് എന്തായാലും വർക്കായി. ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അത് പറ്റിക്കോളണമെന്നില്ല കേട്ടോ. ഞാൻ പറയണത് ഓയിലി സ്കിന്നി അതേപോലെ തന്നെ ഹോർമോണൽ ആക്നിയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. ഉപയോഗിച്ച് നോക്കാം, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ സെറ്റ് ആക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ